ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലാലേട്ടന്റെ മലയാളം ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഇന്നലെ കണ്ടു. ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ കണ്ടത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്കുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലാലേട്ടൻ വരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ റീക്യാപ്പ് ഞാൻ ഓൾറെഡി ഒരു റീക്യാപ്പ് വീഡിയോ ചെയ്തു. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്ത് നടന്നു എന്നത് മനസ്സിലാകും. സോ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലെ റീക്യാപ്പുകളെല്ലാം കാണിക്കുന്നു. ലാലേട്ടന്റെ എൻട്രി കഴിഞ്ഞിട്ട് ലാലേട്ടൻ വീട്ടിനകത്തേക്ക് കിടക്കുന്നു. ഇതിനെല്ലാം മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ലാലേട്ടന്റെ ലുക്ക് എന്റെ പൊന്നെ സൂപ്പർ ലുക്കാണ് കേട്ടോ. മുണ്ടും വെള്ള ഷർട്ടിനകത്ത് ആ ഒരു പിങ്ക് കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് സൂപ്പർ ലുക്ക് ലാലേട്ടാ. സൂപ്പർ, നല്ല രീതിയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ആരാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ലാലേട്ടന്റെ കോസ്റ്റ്യൂംസ് ചെയ്തു. അതുപോലെ തന്നെ വീടിനകത്തുള്ളവരുടെ കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്. ലാസ്റ്റ് ഒരാഴ്ച അവർക്ക് മേക്കപ്പ് ഇല്ല, ഡ്രസ് ഇല്ല, യൂണിഫോംസിലൊക്കെയാണ് വന്നത്. സോ അതൊക്കെ മാറി ഇവരെല്ലാവരും നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഓക്കെ, അങ്ങനെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. ലാലേട്ടൻ അവരോട് ചോദിക്കുന്നു, എല്ലാവർക്കും സുഖമല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ലാസ്റ്റ് ഒരാഴ്ച? എല്ലാവരും പറഞ്ഞു സൂപ്പർ ലാലേട്ടാ, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിനകത്ത് ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് കാര്യമായിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചത് നമ്മുടെ ഒനിയിലും റെനയും തമ്മിലുള്ള അടി ഉണ്ടായിരുന്നല്ലോ ഒരു കിച്ചൺ എപ്പിസോഡിൽ. സോ ആ ഒരു സാധനമാണ് ആദ്യം ലാലേട്ടൻ എടുത്തിട്ടത്. ഒനിയലിനെ വിളിച്ചു ചോദിക്കുന്നത്, എന്താണ് ഒനിയിൽ നിങ്ങളെ ആരും സോറി ഇതിനെല്ലാം മുമ്പ് ഒനിയലിന്റെ അടുത്തും ആദ്യം നമ്മൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ലാലേട്ടൻ വന്നിട്ട് ആദ്യമേ വന്നിട്ട് ഈ ഒളിച്ചു കളി, അതായത് നമ്മുടെ ആരെയും സേഫ് ഗെയിം കളിച്ച് ഒളിച്ചു കളിക്കുന്ന കാൻഡിഡേറ്റിനെ അങ്ങ് പൊക്കി. അത് വളരെ നല്ലൊരു കാര്യം ലാലേട്ട. കാര്യം എല്ലാ വട്ടവും ഇതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എന്റെ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതിനകത്ത് കുറച്ച് പേര് കാണുന്നില്ല, എപ്പിസോഡ്സിലൊന്നും കാണുന്നില്ല, വീഡിയോയിലൊന്നും കാണുന്നില്ല. അവരെ നമ്മുടെ ഒനിയിലിന്റെ കേസ് തന്നെ പറയണേ, ഈ റെന ഫാത്തിമയുടെ ആ ഒരു വഴക്കല്ലാതെ ഒനിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ കലാഭവൻ ശാരിക അവരെയൊക്കെ ഒന്നും കാണുന്നില്ല, സത്യമായിട്ടും കാണുന്നില്ല. അല്ല രഞ്ജിത്ത്, മുൻഷി രഞ്ജിത്തിനെയൊക്കെ സൗണ്ട് പോലും നേരെ പോയി കേൾക്കാല്ല, ഇടയ്ക്ക് അവിടെ ഇവിടെ ഒന്ന് രണ്ടല്ലാതെ ഒന്നും കാണുന്നില്ല വീഡിയോയിൽ. സോ അവരെയൊക്കെ തന്നെ ആദ്യമേ ലാലേട്ടൻ വിളിച്ച് പൊക്കി ചോദിച്ചു, നിങ്ങളാരും ഇവിടെ ഇല്ലേ, നിങ്ങളൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒണിയിൽ പറഞ്ഞു, ലാലേട്ട അറിയാലോ, ഞാൻ 24 മണിക്കൂറും കിച്ചണിലാണ്, ഞാൻ എന്ത് ചെയ്യും, കിച്ചൺ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ എല്ലാവർക്കും പാചകം ചെയ്ത് കൊടുക്കാനാണോ വന്നത് എന്ന്. സത്യം അവര് കഴിഞ്ഞ വട്ടമൊക്കെ എല്ലാം നമ്മൾ കാണുന്നതാണ്, കിച്ചണിൽ വർക്ക് ചെയ്യുന്നവര് അല്ലാതെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ എല്ലാ പാർട്ടിസിപ്പേഷനും ചെയ്യുന്നുണ്ട്. സോ അവര് കിച്ചണിൽ മാത്രം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാരണം കൊണ്ട് അവരെ സേഫ് ആണെന്ന് പറയാൻ എനിക്കും വലുതായിട്ട് തോന്നുന്നില്ല. സോ ലാലേട്ട, നിങ്ങൾ കാണിച്ച വളരെ നല്ലൊരു കാര്യം. അതുപോലെ കലാഭവൻ ശാരികയുടെ ഒരു പാട്ട് നല്ലതായിട്ട് വൈറലായി. പക്ഷെ മോർ ഓവർ ദാറ്റ് ശാരിക എവിടെങ്കിലും കാണുന്നില്ല. സോ അതുപോലെ തന്നെ നമ്മുടെ സോറി ശാരിക അല്ല, കലാഭവൻ സരിത അല്ലേ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ആങ്കർ ശാരികയും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരെയൊന്നും കാണുന്നില്ല. സോ അതില് ലാലേട്ടൻ കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനുശേഷം അവര് റെന ഫാത്തിമയായിട്ടുള്ള വഴക്കിന്റെ കാര്യം ചോദിക്കുന്നു, എന്താണ് കാര്യം അവിടെ കിച്ചണിൽ എന്ന് പറയുന്ന അടുക്കള എന്ന് പറയുന്ന അടുക്കുമ്പോൾ കൂടെ ഉള്ള സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു ഇതാണ് കൺസെപ്റ്റ് പറയുന്നുണ്ട്. ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ ഗ്യാസ് ബിഗ് ബോസിന്റെ ബൈലോ പ്രകാരം ഗ്യാസ് അധികം യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഗ്യാസിന്റെ ഏരിയയിലേക്ക് അധികം ആളെ അടുപ്പിക്കില്ല, പകരം കട്ടിങ് അങ്ങനെയുള്ള കാര്യത്തിന് ഞാരി വേണേലും വന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. സോ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് ശരിയാണ്, നിങ്ങൾ ബി കെയർഫുൾ, ഒരു വാർണിംഗ് പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് ഈ ഒരു ഗ്യാസിന്റെ ഇഷ്യൂവിന് ഒരുപാട് ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി വെക്കുക, കത്തിച്ച് വെക്കുക, അപകടകരമായിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ. സോ ആ ഒരു വാർണിംഗ് മോഹൻലാലിൽ ആദ്യമേ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പൊ അതുകൊണ്ട് റെനെ എടുത്ത് ചോദിക്കുന്നത് എന്ത് പറ്റി, അപ്പൊ ഒണിയിൽ അതിനകത്തൊരു ഡയലോഗ് പറഞ്ഞല്ലോ, കൊച്ചുകുട്ടിയാണ് എന്നൊക്കെ ഉള്ള കേസ് പറയാനല്ലോ, അതെന്താണ് കൊച്ചുകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിനെ നല്ല രീതിയിൽ ലാലേട്ടൻ സംസാരിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയില് നമ്മുടെ എന്താ പറയുന്ന അയൽക്കൂട്ടം എന്നൊരു ഡയലോഗ് വന്നാൽ കുറച്ച് പേര് പെണ്ണുങ്ങൾ മാത്രം അവരുടെ രീതിയിൽ അയൽക്കൂട്ട രീതിയിൽ സംസാരിക്കുന്നതും ആണുങ്ങൾ ഗെയിം പ്ലാൻ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. സോ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഉള്ളതാണ്.
സോ അത് സത്യമാണ്. ആ പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഗെയിമിനെ പറ്റി അല്ലാതെ സംസാരിക്കുമ്പോൾ ആണുങ്ങൾ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അവർ ഗെയിം എങ്ങനെ മാറ്റാം, ഓരോരുത്തരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, അവരെ എങ്ങനെ നമ്മൾ ഇതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ അപ്പാനി ശരത്തൊക്കെ കണ്ടില്ലേ, ഓരോ പെൺകുട്ടികളുടെ അടുത്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അവരെ ടോൺ ചെയ്ത് പുറത്തു കൊണ്ടുവരിക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെയാണ് ജിസേല് പൊട്ടിത്തെറിച്ചതൊക്കെ. സോ ഇതൊക്കെ അവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ലാലേട്ടൻ എടുത്തിട്ട സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ടാസ്ക്. അറിയാലോ, നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് അടി ഉണ്ടായ ടാസ്ക് ആണ് സ്റ്റാർ ടാസ്ക്. അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു. അത് ആ സ്റ്റാർ ടാസ്കിലേക്ക് വരാനുണ്ടായ ടാസ്ക് നമ്മൾ കണ്ടു. ബിഗ് ബോസ് സീസൺ ലോഞ്ചിന്റെ മുമ്പ് നമ്മുടെ ഒരു ടാസ്ക് നടന്നായിരുന്നു. മറ്റേ ഏറ്റവും ഫാസ്റ്റിലായിട്ട് വന്ന് മറ്റേ കൈമുദ്രയിലെ കളർ പതിപ്പിക്കുന്ന ആ ഒരു ടാസ്ക്. സോ ആ ടാസ്കിന്റെ ഭാഗമായിട്ട് വിജയിച്ച നമ്മുടെ ഷാനവാസ്, അതുപോലെ നമ്മുടെ ആര്യൻ, പിന്നെ നമ്മുടെ മൂന്നാമതാരായിരുന്നു സത്യം പറഞ്ഞ ബിന്നി. അത് തന്നെ ബിന്നി. ഈ മൂന്ന് പേരുടെ ആയിരുന്നു ബാൻ ഇരുന്നത്. സോ അവിടെ ലാലേട്ടൻ ചോദിക്കുന്നു അതിന്റെ ഒരു ബോർഡിനകത്ത് അത് എങ്ങനെ എവിടെയൊക്കെ പോയി ആരൊക്കെ എടുത്തു ഇപ്പൊ ആരുടെ കയ്യിലാണ് എന്നുള്ള ഒരു ബോർഡ് ലാലേട്ടൻ വെച്ച് കാണിച്ചു കൊടുത്തു അവർക്ക്. അതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, കൺഗ്രാറ്റ്സ് ആര്യൻ, നിങ്ങളുടെ കയ്യിൽ ആ ബാൻഡ് വന്നപ്പോ തൊട്ട് ഈ നിമിഷം വരെ ആ ബാൻഡ് ആർക്കും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ബിഗ് കൺഗ്രാറ്റ്സ്. അത് ലാലേട്ടൻ നിങ്ങളത് പറഞ്ഞിരുന്നു. പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ കൃത്യമായിട്ട് ആ ഗെയിമിനകത്ത് ഫ്ലോപ്പ് കാണിച്ച രണ്ടുപേരെ കൃത്യമായിട്ട് തൂക്കി. ഒന്ന് ഷാനവാസിനെയും ഒന്ന് ഒനിയൽ സാബുനെയും. ഓക്കെ, ഷാനവാസ് നമ്മൾ കണ്ടു. ഷാനവാസിന്റെ കയ്യിൽ ബാൻഡ് വന്നപ്പോൾ അക്ബറും നമ്മുടെ അനീഷും കൂടെ കുറെ നടന്നത് തട്ടിപ്പറിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അത് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഷാനവാസ് കൊണ്ടുവന്ന് ഒനീലിന്റെ കൈ കൊടുത്തു. ഒനീൽ എന്തോ ചെയ്തു, ഒനീൽ കൈ മേടിച്ചതും അക്ബർ വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. അങ്ങനെ അക്ബർ അത് കൊണ്ടുപോയി. അക്ബറിന്റെ കയ്യിൽ നിന്ന് പിന്നെ അത് നമ്മുടെ രണ ഫാത്തിമ എടുത്തുകൊണ്ട് പോയി. രണ ഫാത്തിമയുടെ കയ്യിൽ നിന്ന് വീണ്ടും ജിസേൽ എടുത്തുകൊണ്ട് പോയി. അവസാനം ജിസേലിന്റെ കയ്യിൽ നിന്ന് ആ സാധനം ഡിബേറ്റിലൂടെ നമ്മുടെ നിവീൻ അത് സ്വന്തമാക്കി. ഓക്കെ, അതുപോലെ നമ്മുടെ ഷാനവാസിന്റെ അത് പറയുന്നത് അത് മറ്റേ ഈ സാധനം വന്നിരിക്കുന്ന നമ്മുടെ ബിന്നിയുടെ അനുമോള് കൊണ്ടുപോയി. അനുമോളുടെ കയ്യിൽ നിന്ന് ഒനിൽ സാബുവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ അല്ലേ അങ്ങനെയാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോ നമ്മുടെ കയ്യിലുള്ളത് കൃത്യമായിട്ട് ലാലേട്ടൻ പിടിച്ചു. നമ്മുടെ ഷാനവാസ് പിടിച്ചു. എന്തുകൊണ്ട് ഷാനവാസ് കൊടുത്തു എന്ന് ചോദിച്ചു ചുമ്മാതെ. അപ്പൊ ഒനീൽ സാബിനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അത് അതിന് അത്ര വിലയെ കൊടുക്കുന്നുള്ളോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പൊ എന്തായാലും ആ ബാൻഡ് ഇരിക്കുന്നത് നമ്മുടെ റന ഫാത്തിമ അല്ലല്ലോ, സോറി, ആദില നൂറയുടെ കയ്യില്. അവിടുന്ന് നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് ഇരിക്കുന്നത് നമ്മുടെ നിവിന്റെ കയ്യില്, മൂന്നാമത് നമ്മുടെ ആര്യന്റെ കയ്യിൽ. ഈ ഒരു കാര്യം ലാലേട്ടൻ പറഞ്ഞു. ആര്യനെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു മാറ്റി. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തിട്ടത്, നമ്മുടെ മേക്കപ്പ്. അതായത് നമ്മുടെ ബിഗ് ബോസ് പണിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം 3 പേര്, ആ ബാൻഡ് ഉള്ള 3 പേർക്ക് മാത്രമേ എല്ലാ സാധനവും കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവരുടെ യൂണിഫോം, ബിഗ് ബോസ് കിടക്കുന്ന യൂണിഫോമും അതുപോലെ മേക്കപ്പ് കാര്യങ്ങളും ഒരു ലക്ഷറിയും കൊടുക്കും. പക്ഷെ നമ്മുടെ ജിസേൽ എന്തോ ചെയ്ത് നമ്മൾ കണ്ടു. 3-4 തവണയായിട്ടോ ബിഗ് ബോസ് 3-4 തവണ പറഞ്ഞത്. സത്യം പറഞ്ഞ ജിസേൽ കാണിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അത് ലാലേട്ടൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് കൃത്യമായ ഒരു പണിയും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ജിസേലിന്റെ അടുത്ത് എല്ലാവർക്കും ആ വീട്ടിലെ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ പെൺകുട്ടികളും അവിടെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ അവരുടെ റിയൽ ഫേസ് കാണിച്ചു നിൽക്കുമ്പോൾ ജിസേൽ മാത്രം ഇവിടെ ഒരു ബ്ലഷ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ക്ലിയർ ആയിട്ട് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുക എപ്പോഴും. അപ്പൊ അത് ആള് കണ്ടോ, 1 തവണ കൊടുത്തു, 2 തവണ കൊടുത്തു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച് അടിച്ചു മാറ്റി വെച്ചു. സോ അതിന് കാലത്തും കൃത്യമായ മറുപടി കൊടുത്തു. ജിസേലിന്റെ പെട്ടി മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ അടുത്തും എന്ത് വേണം, എന്ത് ശിക്ഷ കൊടുക്കണ്ടേ, ശിക്ഷ കൊടുത്താൽ എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ശിക്ഷ ചോദിച്ചിട്ട് ലാലേട്ടൻ എന്തോ ചെയ്യുന്നു പറയണു, ജിസേലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടി തിരിച്ചയക്കുകയാണ്. ഇനി ജിസേലിന് പെട്ടിയില്ല. അടിപൊളി ഒരു തീരുമാനമാണ് അല്ലേ? അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് മുമ്പ് ഒരു കാര്യം ലാലേട്ടൻ പറഞ്ഞു, നമ്മുടെ പണിപ്പുര ടാസ്കിനെ പറ്റി സംസാരിച്ചു. പണിപ്പുര ടാസ്ക് നിങ്ങൾ കണ്ടാണ് കുറച്ച് പേര് പണിപ്പുര ടാസ്ക് താല്പര്യമില്ല, അവർക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിച്ചു. കാര്യം ഒരു ബിഗ് ബോസ് ഹൗസ് ആണ്, എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കണം, ആർക്കും മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ താല്പര്യമില്ലാത്തവരെ പൊക്കി അവര് സാഹിത്യയും ശാരികയും ഒക്കെ പൊക്കി. അപ്പൊ അവർ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഇനി പണിപ്പുര പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ, ഉണ്ടെങ്കിൽ എണീക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ഓവർ സ്മാർട്ട് കാണിച്ചു നമ്മുടെ നിവിൻ, ചേട്ടാ എനിക്ക് താല്പര്യമില്ല, പണിയില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പൊ മോഹൻലാൽ നൈസായിട്ട് അവിടെയും കൊടുത്തു ഒരു പണി. താല്പര്യമില്ലാത്തവർ ഇനി ബിഗ് ബോസ് സീസണിൽ പുറത്താകുന്നിടം വരെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ തുടരുന്നിടം വരെ അവർക്ക് പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാനേ പറ്റില്ല. നല്ല തീരുമാനം അല്ലേ? ഇതാണ്
ലാലേട്ടൻ പറഞ്ഞ ബിഗ് ബോസിന്റെ സീസൺ 7 7ന്റെ പണി. അടുത്തതായിട്ട് നമ്മുടെ ലാലേട്ടൻ അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം, നമ്മുടെ വീടിന് പുറത്ത് പോകുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, 4 പേര് പുറത്തു പോയത്. ആ ടാസ്കിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് പിന്നീട് നടന്നത്. നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ഷാനവാസിന്റെ ഒരു ബ്രില്യൻ ഗെയിം പുള്ളി നടത്തി. അതായത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അതായത് മറ്റു 3 പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് പുള്ളി സേഫ് ആയിട്ട് ഇരിക്കാനുള്ള വഴി നോക്കി. അപ്പൊ ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊരു ഗെയിമാണ്, നിങ്ങൾക്ക് പുറത്താക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ ഷാനവാസ് അതിനൊരു മറുപടി പറഞ്ഞത്, ലാലേട്ട ഇതിനകത്ത് പുറത്താക്കുന്നത് പോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് സേഫ് ആയിട്ട് വെക്കാനുള്ള ഐഡിയ ഇടുന്നത്, നല്ല കാര്യമാണ്. പക്ഷെ ഈ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ടാസ്കില് കറക്റ്റ് ആയിട്ട് പുറത്താക്കണം എന്നുള്ള ഇന്റൻഷൻ ചെയ്യുന്ന അക്ബറും ശരത്തും മാത്രമാണ്. അതുപോലെ ബിന്നി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവര് മാത്രമാണ്, ബാക്കി എല്ലാവരും അതിനെ എങ്ങനെ ഒഴിവാക്കി കൊണ്ടുപോകും. അതുപോലെ ശൈത്യയുടെ ജസ്റ്റ് മിസ്സിലാണ് പോയത്, അറിയാലോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് അവരെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അവസരം, നിങ്ങൾ ഇത് സേഫ് ആക്കി വെക്കാനല്ല ഇവിടെ വന്നേക്കുന്നത്, നിങ്ങൾ ഗെയിം കളിക്കാനാണ്. ഒരാൾ പുറത്തു പോയിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒരു എലിമിനേഷൻ തന്നെ ഒഴിവാക്കാമായിരുന്നു ഈ ആഴ്ചത്തെ എന്ന് പറഞ്ഞിട്ട്. സോ അതിനെപ്പറ്റി കൃത്യമായിട്ട്, അതുപോലെ ഷാനവാസിന്റെ ഹെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. ഷാനവാസിന്റെ ഫാമിലിയിൽ പുള്ളിയുടെ ഹെൽത്തിന്, പുള്ളി അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഗുളി എന്തോ കഴിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങിപ്പോകും എന്നുള്ള കേസ്. സോ അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, വീട്ടുകാരോട്ട് സംസാരിക്കുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാര്യം ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അവർ വീട്ടുകാർ റേസ് ചെയ്തപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഷാനവാസിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ അത് ലീഗൽ ഇഷ്യൂസ്, കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങളായിരുന്നു. സോ അത് ലാലേട്ടൻ അപ്പം തന്നെ ഒഫീഷ്യലായിട്ട് അവരുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഷാനവാസിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, എനിക്ക് ഒരു പ്രശ്നമില്ല, സോ സേഫായി. മനസ്സിലായില്ലേ? അതാണ് ബിഗ് ബോസിന്റെ ഇവിടത്തെ ഇത്. അതുപോലെ പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് വീക്ക്ലി ടാസ്കിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. വീക്ക്ലി ടാസ്കിലെ വിന്നറായ അക്ബറിന് വളരെ ഒരു കൺഗ്രാലേഷൻസ് പറഞ്ഞു, സമ്മാനം കൊടുത്തു. അതുപോലെ നമ്മുടെ ആര്യൻ, 2ാം സ്ഥാനത്ത് വന്ന ആര്യനും കൺഗ്രാലേഷൻസ് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വീക്ക്ലി ടാസ്കിന്റെ അടിച്ചുമാറ്റൽ കള്ളൻ നമ്മുടെ നവീനെ പറയുന്നുണ്ട്. എന്നിട്ട് നവീനെ നേരെ കള്ള എന്ന് വിളിക്കാതെ നവീൻ പറയുന്നു അതിന്റെ ഗെയിമാണ്, അങ്ങനെ അടിച്ചു മാറ്റണം എന്നൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ആഴ്ച തന്നെ കള്ളം മോശം തുടങ്ങി. പക്ഷെ എനിക്ക് നവീന്റെ ആ ഒരു സാധനം ഗെയിമിന്റെ ഭാഗമായിട്ട് അടിച്ചു മാറ്റുന്നത് ഒക്കെ ഓക്കെയാണ്. പക്ഷെ അതൊരു ഗെയിമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എങ്ങനെയും. പക്ഷെ ഈ വീക്ക്ലി ടാസ്കിൽ അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കല്ല് അടിച്ചു മാറ്റണം, അടിച്ചു മാറ്റി കൈ വെക്കണം എന്നുള്ള കേസ് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റാർ ടാസ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും കൈക്കലാക്കാമെന്ന്. സോ അതിൽ അടിച്ചു മാറ്റിയത് നമുക്ക് ഓക്കെ. പക്ഷെ ഈ വീക്ക്ലി ടാസ്കിൽ അത് പറഞ്ഞിട്ടില്ല. സോ നവീൻ കാണിച്ചത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷെ ലാലേട്ടൻ അതിനെ ഒരു സോഫ്റ്റ് രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. കാരണം ഡയറക്റ്റ് കയറി കള്ള എങ്ങനെയൊന്നും വിളിച്ച് പറഞ്ഞിട്ട് അതിനെ ഒരു കോൺട്രവേഴ്സി ആക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നല്ല കാര്യം. പക്ഷെ അത് പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ എക്സസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്സസൈസ് ചെയ്യണം, ഇനിയുള്ള ഹാർഡ് ടാസ്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം വ്യക്തമായിട്ട് ലാലേട്ടൻ അവരോട് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ലാലേട്ടൻ അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേര്, അതായത് നമ്മളൊരു മോർണിംഗ് ടാസ്കിൽ ഒരു വഴക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമായിരുന്നു, നിങ്ങൾ നല്ല സുന്ദരമായ ചെല്ലപ്പേരുകൾ ഇട്ടല്ലോ രാവിലെ, എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചു. കാര്യമല്ലേ, എവിടെ അല്ലോ പോക്ക് കാണുമ്പോഴല്ലേ ഏതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ അനീഷിന് കിട്ടിയ മുള്ളംപന്നി എന്നുള്ള പേര്, അതുപോലെ ആദില നൂറയ്ക്ക് കിട്ടിയ പൂമ്പാറ്റ എന്നുള്ള പേര്, അതുപോലെ അനുമോൾക്ക് കിട്ടിയ പാവക്കുട്ടി എന്നുള്ള പേര്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ലാലേട്ടൻ നമ്മുടെ അക്ബറിനെ വിളിച്ചിട്ട്, അക്ബർ വിളിച്ച പേര് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അത് ശരിയായില്ല, എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷെ അക്ബർ അതിന് ന്യായീകരണം, മാപ്പ് പറഞ്ഞു ഒന്ന്. രണ്ടാമത്തെ ഇപ്പൊ ന്യായീകരണം പറഞ്ഞായിരുന്നു, അത് പാസ്റ്റിനെ പറ്റിയിട്ടല്ല, ഇവിടുത്തെ ഗെയിമിനെ പറ്റിയിട്ടുള്ളതാണ്. എന്താണെങ്കിലും ആ പേര് വിളിച്ചത് വളരെ മോശമാണ്. അതുപോലെ തന്നെ ആദില നൂറ അപ്പി എന്ന് വിളിച്ചത്, അതായത് നമ്മുടെ അപ്പി എന്ന് വിളിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആദില നൂറ് അതിനോട് നിങ്ങൾ വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർ ശരിയെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് വളരെ മോശമായി. സോ ഈ 2 കാര്യങ്ങളാണ് വന്നത്. അതുപോലെ അവർക്ക് അതിനുള്ളൊരു ഒഫീഷ്യലി ആ പേര് ടാഗ് ചെയ്ത് കൊടുത്തു, മുള്ളംപന്നിയെന്നും പൂമ്പാറ്റയെന്നും പാവക്കുട്ടിയെന്നും ഉള്ളത്. സോ ഇതെല്ലാം കൊടുത്തു. എന്നിട്ട് നമ്മുടെ അനീഷിന്റെ നമ്മുടെ നിവിന്റെ മോഷണത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു ലാലേട്ടൻ എല്ലാവർക്കും. സോ ഇതെല്ലാമാണ് പിന്നീടുള്ള രീതിയിൽ നടന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് അവിടെ ലാലേട്ടൻ ഒരു കത്തുമായിട്ട് വന്ന് കത്ത് തുറന്ന് വായിക്കുന്നു.
അത് സത്യം പറഞ്ഞാൽ നമ്മുടെ റിവ്യൂവേഴ്സിനൊക്കെ ഉള്ള ഒരു പണിയാണ് അല്ലേ? അവർക്കുള്ള ഒരു പണിയായിട്ടാണ് കൊടുത്തത്. നമ്മുടെ മുൻകൂട്ടി ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം. സോ അത് നമ്മുടെ ലാലേട്ടൻ അത് കത്ത് വായിക്കുന്നു, എന്നിട്ട് കുറച്ച് ആൾക്കാരെ ആ വീട്ടിലേക്ക് വിടുന്നു പരിശോധനയ്ക്കായിട്ട്. എന്നിട്ട് നമ്മുടെ രേണു സുധീനെ വിളിച്ചിട്ട് രേണു സുധന്റെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നു. അതിൽ പറയുന്ന കാര്യം, ഞാൻ ഒന്നാമത്തെ നോമിനേഷനിൽ ഉണ്ട്, എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, സുചേട്ടനെ വെച്ചിട്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു നോമിനേഷന് രക്ഷപ്പെടാൻ, അതായത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, ഇത് എവിടെ നിന്ന് നിങ്ങൾ വീഡിയോ എടുത്തു? വീടിനകത്ത് നിങ്ങൾ സെപ്പറേറ്റ് മൊബൈൽ ഫോണോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കാര്യം ഇതൊക്കെ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. കാര്യം ബിഗ് ബോസിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ? അതാണ് ലാലേട്ടൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. കാര്യം അത് അവർ എന്താ ക്ലിയർ ആക്കുകയാണ് ആ ഇഷ്യൂ. കാര്യം അത് നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് എന്നുള്ളത് തീർത്തും പറയുകയാണ്. സോ അത് രേണു സുധി എടുത്ത് വെച്ചപ്പോൾ രേണു സുധി അത് സമ്മതിക്കുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയിൽ വന്നിട്ട് പുള്ളിക്കാരിയുടെ കസിൻ ആരോ ആണ് ഇത് എടുത്ത് ഇങ്ങനെ വെച്ചത്. അപ്പൊ സത്യം പറഞ്ഞാൽ ചോദിക്കണ്ട, എനിക്ക് തോന്നുന്നു രേണു എല്ലാ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവട്ടെ, നോമിനേഷനിൽ വരുമ്പോൾ ഉള്ളതും വരാത്തപ്പോഴും, അല്ലാതെ വോട്ട് താഴുമ്പോഴും കൂടുമ്പോഴും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും രേണു ഒക്കെ വന്നേക്കുന്നുണ്ട്. രേണുവിനൊക്കെ അതിനുള്ള ഉപദേശങ്ങളൊക്കെ ആര് കൊടുത്തു എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അത് കയ്യോടെ പൊക്കി. അതുപോലെ തന്നെ റിവ്യൂവേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള താക്കീത് മോഹൻലാൽ കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ആയിട്ട് മുമ്പേ നമുക്ക് അവിടുത്തെ എപ്പിസോഡിന് മുമ്പ് തന്നെ അതിന്റെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ അനീഷ്, അറിയാലോ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ്, അതിനൊരു ടാസ്ക് കൊടുത്തിട്ട് എല്ലാവരെയും പറ്റിച്ചാണ് ബിഗ് ബോസ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത്. അപ്പൊ അനീഷിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആരും അനീഷിനെതിരെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും എതിരെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ പ്ലാൻ, ബിഗ് ബോസിന്റെ ഗെയിം. അതുപോലെ രണ്ടാമത്തെ ക്യാപ്റ്റനായ ഷാനവാസിന് കൺഗ്രാറ്റുലേഷൻ പറയുന്നുണ്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡ്, അതായത് ഇന്നത്തെ എപ്പിസോഡ് തീർത്തിട്ട് ലാലേട്ടൻ പോവുകയാണ്. നാളത്തെ എപ്പിസോഡ്, അതായത് ഇന്ന് ഞായറാഴ്ച, ലാലേട്ടൻ ഒരു എവിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഒരു എവിക്ഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. കണ്ടിട്ട് അതിന്റെ റിവ്യൂവും കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.